വിദേശ സന്ദർശനത്തിനുള്ള കേന്ദ്ര സംഘത്തിൽ സുപ്രധാന ചുമതല നൽകിയതിനു പിന്നാലെ ശശി തരൂരുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ഉയർന്നു വരികയാണ്. എന്നാൽ ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന ചർച്ചകൾ പൂർണ്ണമായും തള്ളുകയാണ് ശശി തരൂർ. അതേസമയം രാഷ്ട്ര സേവനത്തിനായി തന്റെ യോഗ്യതയ്ക്കൊത്ത പദവികൾ കേന്ദ്ര സർക്കാർ ഇനിയും വാഗ്ദാനം ചെയ്താൽ സ്വീകരിക്കാൻ അദ്ദേഹം മടി കാണിച്ചേക്കില്ല. പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് 7 സംഘങ്ങളിൽ ഒന്നിനെ നയിക്കാൻ നേരത്തെ കേന്ദ്ര സർക്കാർ തരൂരിനെ ചുമതലപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് നൽകിയ പേരുകൾ വെട്ടിയാണ് കേന്ദ്രം തരൂരിനെ ഉൾപ്പെടുത്തിയിരുന്നത്. ഇത് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് രാഷ്ട്രീയ മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർന്നത്. ബി.ജെ.പിയിൽ ചേരേണ്ടെന്ന തരൂരിന്റെ തീരുമാനത്തിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ആദ്യത്തേത്, ഒരു മതനിരപേക്ഷ ബുദ്ധിജീവി എന്ന നിലയിൽ അദ്ദേഹം ദീർഘകാലമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു പോന്ന കാര്യങ്ങളെയെല്ലാം പെട്ടെന്നൊരു ദിവസം നിരാകരിക്കുന്നതിന് തുല്യമാകും ബി.ജെ.പിയിൽ ചേരുകയെന്നത്. മറ്റൊന്ന്, തരൂർ പാർട്ടിയിൽ വരുന്നതിനോട് ബി.ജെ.പിയുടെ കേരള ഘടകത്തിൽ ശക്തമായ എതിർപ്പുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രസംഗം സംബന്ധിച്ച് തരൂരിനെതിരെ നൽകിയ അപകീർത്തി കേസിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. ബി.ജെ.പിയിലെ മറ്റു വിഭാഗങ്ങൾക്കും തരൂർ വരുന്നതിൽ താല്പര്യമില്ല. എസ് ജയശങ്കറെ മാറ്റി വിദേശമന്ത്രിയാക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉയർന്നിരുന്നുവെങ്കിലും ഇപ്പോൾ അത്തരം ചർച്ചകൾ വേണ്ടെന്നാണ് ബി.ജെ.പി നേതൃത്വം പറയുന്നത്. കോൺഗ്രസിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമൊന്നും മോദി ക്യാബിനറ്റിൽ അംഗമായാൽ കിട്ടില്ലെന്ന ധാരണ തരൂരിനുമുണ്ട്. ഇതിനിടെ പാർട്ടിയിലെ അതൃപ്തിക്കിടെ ചില AICC നേതാക്കൾ തരൂരിനെ വിളിച്ച് സംസാരിച്ചതായും വിവരമുണ്ട്. രാഷ്ട്രത്തെ സേവിക്കാൻ രാഷ്ട്രീയം നോക്കില്ലെന്ന് ഇതിനകം വ്യക്തമാക്കിയ തരൂർ ചില പദവികൾ ലക്ഷ്യമിടുന്നതായും അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. ജഗ്ദീപ് ധൻഖറിന്റെ കാലാവധി 2027 അവസാനിക്കാനിരിക്കെ ഉപരാഷ്ട്രപതി കസേരയിലും അദ്ദേഹത്തിന് നോട്ടമുണ്ടാകുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഷ്യം. അങ്ങനെ എന്തെങ്കിലും പദവി സ്വീകരിച്ച് തരൂർ രാഷ്ട്രീയം വിടുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനും ആശ്വാസമാകും. സമീപകാലത്ത് നിരവധി തവണ തരൂർ പാർട്ടി ലൈനിനു വിരുദ്ധമായി സംസാരിച്ചിരുന്നു. ചിലത് കേരളം ഭരിക്കുന്ന CPM-നും മറ്റു ചിലത് ബി.ജെ.പിക്കും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവയായിരുന്നു. ഇപ്പോൾ തരൂരിനെതിരെ നടപടിയെടുക്കാനും എടുക്കാതിരിക്കുവാനും പറ്റാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ്. അതിനാൽ ബി.ജെ.പിയിൽ ചേരാതെ തരൂർ രാഷ്ട്ര സേവനത്തിന് പോയാൽ രക്ഷപ്പെട്ടു എന്ന നിലപാടിലാണ് മിക്ക കോൺഗ്രസ് നേതാക്കളും. പഞ്ചായത്ത്, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന സാഹചര്യത്തിൽ തരൂർ പാർട്ടിയിൽ തുടരുന്നത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യുമെന്നും അവർ പറയുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നീ വിഷയങ്ങളിൽ തരൂർ എടുത്ത നിലപാട് കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നതും കോൺഗ്രസ് പാർട്ടി ലൈനിന് ഘടകവിരുദ്ധവുമായിരുന്നു. പിന്നീട് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെക്കുറിച്ച് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ കേന്ദ്രം രൂപീകരിച്ച ബഹുകക്ഷി പ്രതിനിധി സംഘങ്ങളിലൊന്നിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചപ്പോൾ ശശി തരൂർ ഉടനടി സമ്മതം മൂളി. മാത്രമല്ല, തരൂരിനെ ഒഴിവാക്കി പാർട്ടി നൽകിയ ലിസ്റ്റ് കേന്ദ്രം അവഗണിക്കുകയും ചെയ്തു. വിദേശ നയതന്ത്രങ്ങളുടെ എല്ലാ വശങ്ങളും നിരവധി വർഷങ്ങൾ നേരിൽ കണ്ട ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് തന്റെ ബന്ധങ്ങളെ ലോകവ്യാപകമാക്കിയ തരൂർ പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ വിദേശ നയങ്ങളെയും വിമർശിക്കാൻ യോഗ്യനാണ്. ആരും അക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കില്ല. ആ തരൂരാണ് ഇന്ന് വിദേശകാര്യ നയത്തിൽ അത്ര ദഹിക്കാത്ത കാര്യം പറയുന്നത്. എനിക്ക് എന്റെ വിലയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്ന പ്രധാന കാര്യം. അതുകൊണ്ടാണല്ലോ തരൂർ ഒരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. എന്നാൽ പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങളും ഇന്ത്യ എടുത്ത സൈനിക നടപടികളും ലോക രാജ്യങ്ങൾക്കു മുന്നിൽ വിശദീകരിക്കാൻ പോകുന്ന ദൗത്യ സംഘത്തിൽ ഉൾപ്പെടാനും ഉൾപ്പെട്ട ശേഷവും നടത്തുന്ന നയമില്ലാത്ത തന്ത്രങ്ങളും പരിശോധിക്കപ്പെടേണ്ടതാണ്.